അസ്സലാമു വലൈക്കും അലൈക്കും. കാലത്തിന് മുന്നേ സഞ്ചരിച്ചൊരു പണ്ഡിതൻ, സമൂഹത്തിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചൊരു വ്യക്തിത്വം, അതായിരുന്നു മഹാനായ CM അബ്ദുള്ള മൗലവി. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കേരള സമൂഹത്തിൽ പൊതുവെ അദ്ദേഹം അറിയപ്പെടുന്നത് ചെമ്പരിക്ക കാളി എന്ന പേരിലാണ്. അതായത് ഒരു കാളി എന്ന അർത്ഥത്തിലാണ് സമൂഹം അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. പക്ഷേ അതിനപ്പുറത്തൊരു CM അബ്ദുള്ള മൗലവി ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു CM ഉസ്താദ്. അതായത് അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് അദ്ദേഹം പേര് നൽകുന്നത് തന്നെ എൻ്റെ കഥ വിദ്യാഭ്യാസത്തിൻ്റെ കഥ എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വിദ്യാഭ്യാസം എന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ രീതി, പ്രത്യേകിച്ച് ഒരു സമന്വയ വിദ്യാഭ്യാസ രീതി കാലങ്ങൾക്ക് മുമ്പ് തന്നെ, അന്നത്തെ കാലത്ത് തന്നെ നമ്മൾ ഇസ്ലാമിക് അല്ലെങ്കിൽ ഭൗതിക വിഷയങ്ങളൊക്കെ സമന്വയിപ്പിച്ച് പുതിയ വിദ്യാഭ്യാസ രീതി കൊണ്ടുവരിക, അതിനു വേണ്ടി പ്രയത്നിച്ച ഒരു ഉസ്താദ് എന്ന നിലയ്ക്ക് നമുക്ക് ഉസ്താദിനെ അഡ്രസ്സ് ചെയ്യാനുള്ളതാണ്. ഏത് കാലം എന്ന് നമ്മൾ ആലോചിക്കണം. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ഈ ഭൗതിക വിദ്യാഭ്യാസം എന്നുള്ളത് ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തിന് അന്യം നിന്നു പോകുമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം സമന്വയ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പോൾ 79 സഅദിയ തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സഅദിയ ഈ ഭൗതിക വിദ്യാഭ്യാസത്തിനെ മതവിദ്യാഭ്യാസത്തിനോട് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമായിരുന്നു. അപ്പോൾ അതിന് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ സഅദിയ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരുപാട് പ്രമാണികളായ ആളുകളെയൊക്കെ കണ്ട് അവസാനം കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജിയാണ് അദ്ദേഹത്തിനെ സഹായിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്നം അതുകൊണ്ട് പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഇത് 1-2 വർഷം നല്ല രീതിയിൽ ഈ ഒരു സിലബസ് അനുസരിച്ച് മുന്നോട്ട് പോയി, അഥവാ മതബൗദ്ധിക സമന്വയ സിലബസ് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയെങ്കിലും പക്ഷേ പിന്നീട് അത് കണ്ണൂർ ജില്ല, അന്ന് കാസർഗോഡ് സമസ്ത മുഷാവറില്ല, ജില്ലാ മുഷാവറ കാസർഗോഡിനില്ല, പക്ഷേ കണ്ണൂർ ജില്ലാ മുഷാവറയെ വളരെ പ്രതീക്ഷയോടെ ഇവർ ഏൽപ്പിക്കുന്നുണ്ട്. അവിടെ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ നിസാമി സിലബസ്, വെല്ലൂർ ബാക്കിയാത്തിൻ്റെ നിസാമി സിലബസ്, അപ്പോൾ അതിൽ രണ്ടുണ്ട്, ഈ ഗോളശാസ്ത്രം അതുപോലെ ചില ഭൗതിക വിഷയങ്ങൾ അതിനോട് ചേർത്ത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്, കാലത്തിനനുസരിച്ചിട്ടുള്ള അപ്ഡേഷൻ ആ സിലബസിന് കൊണ്ടുവന്നില്ല. അഥവാ ഒരു ഉദാഹരണം പറയുന്നത് ഈ ടോളമിയുടെ ഭൗമകേന്ദ്ര സിദ്ധാന്തം ഉണ്ടല്ലോ, ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, അത് പണ്ട് അങ്ങനെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. പക്ഷെ അത് പിന്നും കാലം കഴിഞ്ഞിട്ടും അത് ദർസിൽ ഇങ്ങനെ പഠിപ്പിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ചില നമ്മൾ മാറാത്തൊരവസ്ഥ, അപ്ഡേഷൻ്റെ അവസ്ഥ, അത് ഇദ്ദേഹത്തിന് മാറ്റാൻ കഴിയാതെ വരാനുള്ളൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സംവിധാനം സ്ഥാപനം സഅദിയ സംസ്ഥയെ ഏൽപ്പിച്ച ശേഷം ഇദ്ദേഹം 2 മാസം വിദേശ യാത്രക്ക് പോകുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും ഇതിൻ്റെ അധികാരം ഇദ്ദേഹത്തിന് കയ്യിൽ നിന്ന് പോയിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റൊരു ഉസ്താദിനെ നിയമിക്കുകയും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇന്ന് പരിപൂർണമായും അതിൻ്റെ അധികാരം കടിഞ്ഞാൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സഅദിയ വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയാത്തതിൽ വളരെ വിഷമം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അഥവാ മതബൗദ്ധിക സമന്വയം സാധ്യമാകാത്തതിലുള്ള അതിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടുണ്ടായിരുന്നില്ല. ഈ സഅദിയയുടെ ഈ ഒരു സംഭവം കഴിഞ്ഞ ശേഷം ഉസ്താദ് പിന്നെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു പുതിയ സ്ഥാപനം ഉണ്ടാക്കുന്നതിലപ്പുറത്തേക്ക് പിന്നെയും അള്ളാഹുവിൻ്റെ ഒരു കലാഹ് പോലെ ഉസ്താദിൻ്റെ അടുത്തേക്ക് ഒഴിഞ്ഞ സ്ഥാപനങ്ങളായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇന്നൊരു മംഗലാപുരത്തെ ഒരു മർക്കസ് സ്ഥാപനത്തെ ആയിട്ട് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ നടത്തിക്കൊണ്ടു പോകാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം MIC മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ്, അതും അതേപോലെ ആളുകൾ സമീപിച്ചതാണ് ഉസ്താദിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അദ്ദേഹം ഒരുപാട് വിദ്യാഭ്യാസത്തിന്റെ പിറകെ നടന്നപ്പോൾ പിന്നീട് വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ, അതിൽ ആത്മകഥയിൽ പറയുന്നത് അള്ളാഹു ഞങ്ങളെ ഒഴിവാക്കുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും അള്ളാഹു ഇതിനുള്ള അവസരങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നു എന്ന് പറഞ്ഞതാണ്. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഇത്ര 10 ഏക്കർ അല്ലെങ്കിൽ 2 ഏക്കർ സൗകര്യമുള്ള സ്ഥലങ്ങൾ വരുന്നു, ബിൽഡിങ്ങുകൾ വരുന്നു, അതിനുള്ള സാഹചര്യം. ഇപ്പോൾ സഅദിയയുടെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ സഅദിയയുടെ കാര്യം അത് തുടങ്ങാൻ വേണ്ടിയിട്ട് അബ്ദുൽ ഖാദർ ഹാജിയുടെ അടുത്ത് പോയിട്ട് ഉസ്താദ് പറയുന്നത്, എനിക്ക് ഒരു 10 മക്കൾക്ക് നിൽക്കാനുള്ളൊരു സ്ഥലം, അവർക്ക് കൊടുക്കാനുള്ളൊരു ഭക്ഷണം നിങ്ങൾ തരികയാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അബ്ദുൽ ഖാദർ ഹാജിൻ്റെ വീടാണല്ലോ ആദ്യം സഅദിയ ക്യാമ്പസിൽ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അബ്ദുൽ ഖാദർ ഹാജി, ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഒഴിഞ്ഞു കിടക്കുന്നൊരു വീടുണ്ട്, ആ വീട് നിങ്ങൾക്ക് തരാം, അതേപോലെ 1 വർഷത്തേക്കുള്ള ഭക്ഷണം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടാണ് സഅദിയ തുടങ്ങുന്നത്. സോ അത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് 9 വർഷമായിട്ടും അബ്ദുൽ ഖാദർ ഹാജി തന്നെ അവരുടെ ചിലവ് നോക്കി നടത്തിയിരുന്നത്. അത് വേറൊരു കാര്യം. അപ്പോൾ അത്രത്തോളം സമന്വയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി നടന്നു. പിന്നെയും അള്ളാഹു ഒരു കള്ളാഹ് എന്ന പോലെ ഉസ്താദിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഈ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ
ഈ കേരള സമൂഹത്തിൽ കൂടുതൽ അറിയപ്പെടാതെ പോകാനുള്ള ഒരു കാരണം പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്ഥാനമായിരുന്നു കാലി സ്ഥാനം. അതെ, ശരിയാണ്. ആ കാലി സ്ഥാനം ഏൽപ്പിക്കപ്പെട്ടതിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു, ഞാൻ മനസ്സിലാക്കുന്ന, ഒരു വംശശുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പിതാവ് കാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഉപ്പ പിതാമഹൻ, അതുപോലെ തന്നെ പിതാമഹൻ്റെ ഉപ്പ അവർ വലിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അതായത് സമൂഹം ആ കുടുംബത്തെ ഏറ്റെടുത്തിരുന്നു. സമൂഹത്തിന് ആ കുടുംബത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിതാവ് കുഞ്ഞു മുസ്ലിയാർ അവർ മരിക്കുന്ന സമയത്ത് അദ്ദേഹം ആത്മകഥയിൽ പറയുന്നുണ്ട്, കാലി സ്ഥാനം എന്നുള്ളത് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാതെ എന്നിലേക്ക് വന്ന ഒരു സ്ഥാനമാണ്. അതായത് എൻ്റെ പിതാവ് മരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും ഞാൻ ആ നാട്ടിലുണ്ടാവരുത്, ദൂരെ ദിക്കിൽ എവിടെയെങ്കിലും ആകണം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന രംഗമൊക്കെ അതിൽ പറയുന്നുണ്ട്. അതായത് ഈ കാലിസ്ഥാനം അദ്ദേഹത്തിന് ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും ഈ പിതാവ് മരണപ്പെടുമ്പോൾ, കുഞ്ഞു മുസ്ലിയാർ മരണപ്പെടുമ്പോൾ സമൂഹം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അതായത് മറ്റു പല പണ്ഡിതന്മാരും അവിടെ ഉണ്ട്. അദ്ദേഹത്തെക്കാൾ പ്രായം കൊണ്ട് മൂത്ത ആളുകളുണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് ഉയർന്ന ആളുകളുണ്ട്. പക്ഷേ സമൂഹം ഒന്നടങ്കം ഒരു തീരുമാനം എടുക്കുകയാണ് അടുത്ത കാലിയായിട്ട്, അതായത് 14ഓളം മഹല്ലുകളുടെ കാലിയായിട്ട് ഈ CM അബ്ദുള്ള ഉസ്താദ് തന്നെ ആവണമെന്നുള്ള, അങ്ങനെയാണ് കാലിസ്ഥാനം അദ്ദേഹത്തിലേക്ക് വരുന്നത്. അത് ശരിയാണ്. തന്നെത്താൻ ഇതായപ്പോൾ ദൈവത്താൽ ഉയർത്തപ്പെടും എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു വാക്ക് ഏറ്റവും ഒരു നമുക്ക് സ്ട്രൈക്കാന്ന്. കാരണം എൻ്റെ ഉപ്പ മരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവരുത്, കാരണം എനിക്ക് കാലിസ്ഥാനം കിട്ടും. അതായത് ആ ഒരു വിനയം ഇന്നത്തെ പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ആളുകൾക്ക് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അതിനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. കാലിയാവാനുള്ള എല്ലാ യോഗ്യതയും മാനവർകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. ബാല്യകാലം മുതലുള്ള ജീവിതം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിത ശുദ്ധി നമുക്ക് കാണാൻ കഴിയും. ശരിയാണ്. കാരണം ചെറുപ്പത്തിൽ തന്നെ ആളുകളും അല്ലെങ്കിൽ സ്കൂളിലെ മാഷുമാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, എന്നെ ഒരു സാർ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഗുഡ് ബോയ് എന്ന് പറഞ്ഞ് പ്രശംസിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഉസ്താദിനെ കണ്ടിരുന്നത് നല്ലൊരു മകനാണ്. അതായത് എനിക്ക് കിട്ടിയൊരു നല്ലൊരു തൃപ്തിയുള്ള ഒരു സ്വഭാവമാണെങ്കിലും അച്ചടക്കത്തോടെ ആരോടും അല്ലെങ്കിൽ അങ്ങനത്തെ കുരുത്തക്കേട് പോലത്തെ കാര്യങ്ങൾ ചെയ്യാതെ ഒരു അച്ചടക്കത്തോടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ശരീര അല്ലെങ്കിൽ ഒരു ജീവിത പ്രകൃതമായിരുന്നു ഉസ്താദിൻ്റെ എന്ന് പറയാം. സൂചിപ്പിക്കുന്നുണ്ട്. കാരണം തളങ്കരയിൽ ആദ്യം ഉസ്താദിൻ്റെ ഉപ്പയുടെ നാട്ടിലായിരുന്നു പഠനം. അത് കഴിഞ്ഞ് തളങ്കരയിലേക്ക് ഉമ്മാടെ വീട്ടിലേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ സ്കൂൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഉസ്താദിന് എന്തോ ഒരു ചെറിയൊരു പരിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ പരിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ തളങ്കരയിലുള്ള ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അപ്പം ആ സമയത്ത് അവിടെ പഠിക്കാം, അല്ലെങ്കിൽ ആ തളങ്കര ഏരിയയിലുള്ളൊരു സ്കൂൾ പഠിക്കാം. ആ സമയത്ത് ഹൈസ്കൂളില്ല. അപ്പോൾ തളങ്കര സ്കൂൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഹൈസ്കൂളാക്കി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ ഒരു വർഷം 5ാം ക്ലാസ്സിലൊരു മാക്സിമം അല്ലെങ്കിൽ ഒരു മിനിമം കുട്ടികൾ വേണം. ഉസ്താദ് ആ സമയത്ത് പഠിച്ചിരുന്നത് 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ അന്നൊരു നിയമം കൊണ്ടുവന്നു, നേരെ 4ാം ക്ലാസ്സിൽ ഇരുത്താതെ തന്നെ കുട്ടികളെ 5ാം ക്ലാസ്സിലേക്ക്, അതായത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രഗത്ഭരായ അല്ലെങ്കിൽ നല്ല കഴിവുള്ള അച്ചടക്കമുള്ള കുട്ടികളെ കണ്ടെത്തി ഒരു പ്രൊമോഷൻ എന്ന നിലയ്ക്ക് 5ാം ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ അതിന് ക്ലാസ്സിലേക്ക് കുട്ടികളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക്. അപ്പോൾ ആ സമയത്ത് ഉസ്താദിനല്ലാതെ കുറച്ചൊരു 2-3 ആൾക്കാരെ സെലക്ട് ചെയ്തു. പിന്നെ ഒരു മാഷ് വന്നിട്ട് ആ കുട്ടിയെ കൂടി സെലക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഉസ്താദിൻ്റെ പറയുന്നത് ഞാൻ അച്ചടക്കത്തോടെ ജീവിച്ച ആ രീതി. പക്ഷെ അതിനൊക്കെ അപ്പുറേ ഞാൻ നോക്കിക്കാണുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം, ദീർഘവീക്ഷണം. കാരണം ഒരു 79 സഅദിയ നിലവിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പേ അദ്ദേഹം ഈ ഒരു ചിന്ത കൊണ്ടുവരുന്നുണ്ട്. അഥവാ ആ കാലഘട്ടം നമ്മൾ ആലോചിക്കണം. നമ്മുടെ മുഖ്യധാരയിലുള്ള പണ്ഡിതന്മാർ പോലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും ദർസ് പഠിക്കുന്ന അല്ലെങ്കിൽ കിതാബ് പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും ഭൗതികം പഠിക്കരുത്, അല്ലെങ്കിൽ അത് സമന്വയിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഈ 2 വിദ്യയും സമന്വയിച്ചാലേ കാലത്തിനോട് സംവദിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ പറ്റുന്നുള്ള ആ ഒരു വീക്ഷണം. അതെ. അപ്പോൾ മുഖ്യധാരയിൽ എതിർപ്പുണ്ടാകുന്ന ഒരു സമയത്ത് ആ ഒരു വീക്ഷണം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. ആ ഒരു കാഴ്ചപ്പാട് വളരെ അത്ഭുതത്തോടെ ഞാൻ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു കാലി എന്നതിലപ്പുറം, കാലി ആയതിനെ കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ കാലി എന്നതിനപ്പുറം അദ്ദേഹം അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന രീതിയിലാണ്. അതായത് കാലി അദ്ദേഹം ആഗ്രഹിക്കാതെ അദ്ദേഹത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ച് ജീവിതം സമർപ്പിച്ച് ചെയ്ത ഒരു കാര്യമായിരുന്നു വിദ്യാഭ്യാസ പ്രവർത്തനം. പക്ഷേ ഒരു പ്രസംഗത്തിൽ ഒരു പരിപാടിക്ക് ചെമ്പരിക്ക ഉസ്താദ് അല്ലെങ്കിൽ CM ചെമ്പരിക്ക ഉസ്താദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് സ്വാഗതം ചെയ്ത് പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നത്, ഇവിടെ എന്നെ CM ചെമ്പരിക്ക ഉസ്താദ് എന്ന് അഭിസംബോധന ചെയ്തു, അതിലുപരി ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്നെ അഭിസംബോധന ചെയ്യുന്നതാണ് എനിക്കിഷ്ടമെന്ന് ഉസ്താദ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഉസ്താദിൻ്റെ വിദ്യാഭ്യാസത്തോടുള്ള സമീപന രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അതായത് ഉസ്താദിനെ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന് വിളിക്കാനാണ് ഉസ്താദ് ഇഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെ ആയിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ സമീപന രീതി. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ സൗദിയയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് പൂവണിഞ്ഞ് കാണാനുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് അതിനൊരു സൗഭാഗ്യം പിന്നീട് MIC-യിലൂടെ കൈവരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കേരള മുഖ്യധാരയിലെ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന മതബോധിക സമന്വയ സ്ട്രീമാണ് ഹുദവി. ആ ഹുദവി സ്ട്രീം അവിടെ അഫിലിയേറ്റഡ് ആണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സൗഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷമാണെങ്കിലും ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ഗുണം ഇന്ന് സമൂഹം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ചെമ്പരിക്ക കാളി എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ നിന്ന് പൊതുസമൂഹം മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു കാളി എന്നുള്ളതിൽ മാത്രം ഒതുക്കി കളയാണ് ഇപ്പോൾ. അങ്ങനല്ല, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിലുള്ള വീക്ഷണങ്ങളെ നമ്മൾ തുറന്നു പറയാൻ മനസ്സ് കാണിക്കണം, അത് സമൂഹത്തിന് അറിയിച്ചു കൊടുക്കണം. ഇപ്പോഴും ഈ സമന്വയ വിദ്യാഭ്യാസത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെയൊക്കെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നവർ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വഫാത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടാകുന്ന അഭ്യൂഹങ്ങൾക്ക് പോലും ഒരുപക്ഷെ ഈ ഒരു കാഴ്ചപ്പാട് കാരണമായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കണം. പിന്നെ അത് ഒരു സ്വാഭാവികമാണ്. സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾക്കൊക്കെ നേരെ അത്തരത്തിലുള്ള ശത്രു കരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെ ആദരവോടെ ഫോളോ ചെയ്യുന്ന നല്ലൊരു മദ്ഹബാണ് ഷാഫി ഇമാമിൻ്റെ മദ്ഹബ്. ഷാഫി ഇമാമിനെ റാഫിലിയാക്കിയിട്ട് ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞ് നാട് കടത്തുന്ന ഒരു സന്ദർഭമൊക്കെ ജീവിതത്തിൻ്റെ അവസാനം കാണാൻ കഴിയും. ഇങ്ങനെ സമൂഹത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നേരെയുള്ള കല്ലേറുകൾ സ്വാഭാവികമാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ വിഷയത്തിൽ നിൽക്കുന്ന അഭ്യൂഹങ്ങൾ നിജസ്ഥിതി നമുക്കറിയില്ല. അതിൻ്റെ സത്യം പുലരട്ടെ എന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. മാറ്റങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് തെളിവുകളൊക്കെ നമുക്കുണ്ട്. ഒരുപാട് മാറ്റത്തിന് വേണ്ടി മുന്നിൽ വന്ന നേതാക്കന്മാർക്ക് ഒരുപാട് ശത്രുക്കളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ മദ്രസ സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. ആദ്യം ഓത്തുപള്ളികളായിരുന്നു. അപ്പോൾ ഓത്തുപള്ളിയിൽ നിന്ന് മാറി ബെഞ്ചൊക്കെ അല്ലെങ്കിൽ ഒരു ബുക്കൊക്കെ വെച്ച് മദ്രസ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മദ്രസ പറഞ്ഞാൽ അതായത് അതൊരു പുത്തനാശയമാണെന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ കമ്പ്യൂട്ടർ കടന്നു വന്നപ്പോൾ ഉണ്ടായുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അവിടെയൊക്കെ ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ, മാറ്റങ്ങൾക്കനുസരിച്ച് മുന്നേറാനുള്ള ഒരു വീക്ഷണം അത് മഹാനായ CM അബ്ദുൽ ഉസ്താദിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് എത്തിച്ചത്. ഏറ്റവും വലിയൊരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഉസ്താദിന് അന്ന് തന്നെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ സഞ്ചരിച്ചു എന്ന് പറയാം. കാരണം ആ ഒരു സമയത്ത് ഉസ്താദിൻ്റെ ചിന്തകളൊക്കെ ഈ രീതിയിൽ പോയത് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വഫാത്തിനെ കുറിച്ച് സംസാരിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു വരുന്നവരൊക്കെ ഉണ്ട്. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത വാദങ്ങളാണ്. കാരണം അത്രയും മഹാനായിട്ടൊരു മനുഷ്യന്, അത്രയും വലിയൊരു പണ്ഡിതൻ, അതിലുപരി അതിൻ്റെ ഒരു സ്ക്രിപ്റ്റഡ് എന്നുള്ള നിലക്കൊക്കെ പറയാം. അതിൻ്റെ കൃത്യമായിട്ട് മരണസമയത്ത് അവിടെ 2 ചെരുപ്പുകൾ ഒരുമിച്ച് വെക്കുന്നു. അതിൻ്റെ അടുത്ത് വടിയുണ്ട്. രാത്രി 12 മണിക്ക് ശേഷം 75 വയസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു എപ്പോഴും കണ്ണാട ഉപയോഗിക്കുന്ന ഒരാൾ കണ്ണാട ഉപയോഗിക്കാതെ സാധാരണ മനുഷ്യന്മാർക്ക് പോലും കയറാൻ പ്രയാസമുള്ള പാറക്കെട്ടിലൂടെ കയറി പോവുക, ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി വരെ സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് കാറ് കൊണ്ടുവരും ഹാദിമിനെ എല്ലാ സമയത്തും ഹാദിമാണ് സഹായിക്കാറ്. പള്ളിക്ക് പോകുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ വീട്ടിലേക്ക്, അല്ലെങ്കിൽ കാർ സ്റ്റെപ്പിൻ്റെ അടുത്ത് വരെ കൊണ്ടുവന്ന് അങ്ങനെ കയറി ജീവിതം മുന്നോട്ട് പോയിരുന്ന ഒരാൾ പെട്ടെന്നൊരു രാത്രി 12 മണിക്ക് സാധാരണക്കാർ കയറാൻ കഴിയാത്ത രീതിയിലുള്ള പാറക്കെട്ടുകളൊക്കെ കയറി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്. പിന്നെ അതിന് ഉതകുന്ന കാരണങ്ങളൊന്നും മുൻകാല ജീവിതങ്ങളിലില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മരണം എന്നുള്ളത് അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒന്നാണ്. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള സമൂഹം അല്ലെങ്കിൽ ഈ നീതി വ്യവസ്ഥയൊക്കെ അദ്ദേഹത്തോട് അനീതി കാണിച്ചോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ അനീതികളൊക്കെ അവസാനിച്ച് അദ്ദേഹത്തിന് നീതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.